Download now. CC Learning app. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റിവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ AMVയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ അതിന്റെ അടുത്തൊരു ഭാഗത്തിലോട്ട് നമ്മൾ കയറാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് ഒരു 1.5 മാസങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം AMVയുടെ സെയിം സിലബസുമായി ബന്ധപ്പെട്ട എക്സാം ആയിരുന്നു. അപ്പൊ ആ എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസുമായി ലിങ്ക് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിന്റെ പക്കാ ഓർഡറിലല്ല എന്ത് വന്നത്, ക്വസ്റ്റ്യൻസ് വന്നത് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ആദ്യത്തെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആയിരുന്നു, പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്കിലും നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടും മെറ്റീരിയൽസ്, ബോയിലേഴ്സ്, അതേപോലെ തന്നെ ബിയറിങ്സ്, അങ്ങനെയുള്ള കുറച്ച് മേഖലകൾ ഉണ്ടല്ലോ, നമ്മളുടെ ഷാഫ്റ്റുകൾ, കപ്ലിങ്, ഗിയേഴ്സ്, ഈ കാര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലമായി ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നില്ല, ഡയറക്ട്ലി എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ എന്താണെന്നും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ആൻസേഴ്സും മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. അത് നിങ്ങൾക്ക് സ്വയം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാൻ കിട്ടും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോക്ക് താഴെ തന്നെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when the resistance offered by a section of the road is against an increase in length and the section is said to offer a. ക്വസ്റ്റ്യൻ ഓപ്ഷൻ പറയുന്നത് ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ അല്ലെ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? when a resistance offered by a section of a road is against the increase in the length, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. when the resistance offered by a section of a road is against increase in the length, the section is said to offer a. ഓപ്ഷൻ ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? when the resistance offered by a section of a road is against the increase in length, അല്ലെ, against the increase in length is sections to be. അപ്പൊ അതിൽ ഏത് സ്ട്രെസ് സ്ട്രെയിൻ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഒരു റോഡിന് എഗെയിൻസ്റ്റ് ദ ഇൻക്രീസ് ലെങ്ത്തിന് ഇൻക്രീസ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്ത് പറയുന്നത് ആൻസർ, ടെൻസൈൽ സ്ട്രെസ് അല്ലെ. ടെൻസൈൽ സ്ട്രെസ് ആണ്. അപ്പൊ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ആണ് നമ്മൾ ഫസ്റ്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ പഠിച്ചു തുടങ്ങുക. മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ നമ്മൾ പഠിക്കുന്നത്, ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ് അല്ലെ, സ്ട്രെയിന്. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും നമ്മോട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ ടെൻസൈൽ സ്ട്രെസ് ആണ് അല്ലെ. റെസിസ്റ്റന്റ് അഗൈൻസ്റ്റ് ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഈസ് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത് വരുന്നത് ഒരു പ്രോബ്ലം ആണ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. എ റോഡ് ടാപ്പേഴ്സ് യൂണിഫോംലി ഫ്രം 30 mm to 15 mm diameter in a length of 600 mm. If the road be subjected to an axial load of 6000 Newton, find the extension of the road. Take E is equal to x modulus E is equal to 2 into 10⁵ Newton per millimeter square. അപ്പോൾ ഓപ്ഷൻസിൽ കൊടുത്തിട്ട് 0.03, 0.04, 0.05, 1.3. അപ്പൊ നമ്മളിത് ചെയ്ത് തന്നെ കണ്ടെത്തണം. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് വാല്യൂസ് തന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ നോർമലി ഇലാങ്ങേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, PL/AE എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ. PL/AE എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ്. സ്ട്രെസ്, ലോഡ്, ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. യൂണിഫോംലി ടാപ്പേഴ്സ് യൂണിഫോംലി. അപ്പൊ അതായത് നമ്മളുടെ റോഡ് എന്ന് പറയുന്നത് എന്താണ്, ടാപ്പറാണ്. ഒരു വശത്തുള്ള ഡയമീറ്റർ അല്ല മറ്റേ വശത്ത് വരുന്നത്. അപ്പൊ അതിലുള്ള ഡയമീറ്ററിൽ വ്യത്യാസമുണ്ട്. സോ 30 mm, 15 mm അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. നമ്മൾ D1 D2 എന്നുള്ള ഇക്വേഷനിലോട്ടല്ല ആ ഇക്വേഷനിലോട്ടാക്കി എഴുതണം. സോ 30 mm ഒരു ഡയമീറ്റർ, 15 mm അടുത്തൊരു ഡയമീറ്റർ. ഇവിടെ നമുക്ക് 60 mm എന്ത് ചെയ്തിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ആക്സിയൽ പുള്ള് അല്ലെ, പുൾ ഓഫ് 600 Newton. നമുക്ക് ഇവിടെ P തന്നിട്ടുണ്ട്. സോ P ഇവിടെ ഉണ്ട്, L ഉണ്ട്, നമുക്ക് അതേമാതിരി D1 D2 ഉണ്ട് അല്ലെ, D1 D2 ഉണ്ട്, അതേപോലെ തന്നെ E ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കേണ്ട എല്ലാ വാല്യൂസ് ഇതിൽ തന്നെ ഉണ്ട്. ഇനി നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ചെയ്യുന്ന ഇക്വേഷന് ഇതാ PL/AE വെച്ചിട്ടാണ് നമ്മൾ ഇലോങ്ങേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. സോ ഇതിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് മാറും അല്ലെ. അതായത് നമ്മളുടെ ഇവിടെ ഏരിയ കണ്ടെത്തുന്നിടത്ത് നമുക്ക് എന്ത് വരും, ഡയമീറ്റർ വരുന്നതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ 4PL/π × πe
D1 D2 അല്ലെ പൈ ഈ D1 D2 എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിലേക്കുള്ള വാല്യൂസ് എല്ലാം തന്നെ ഉണ്ട്. ഇത് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0.05 മില്ലിമീറ്റർ. ഞാനത് വർക്ക്ഔട്ട് ഇല്ല, നിങ്ങൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് ഡയറക്റ്റ് കൊടുത്താൽ മതി, കിട്ടും. നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കിട്ടും. കുറെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യേണ്ട സാധനങ്ങളൊന്നും അല്ല, സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടും. സോ 0.05 മില്ലിമീറ്റർ ആയിരിക്കും അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മാക്സിമം shear stress on oblique section of a bar carrying axial load occurs at maximum shear stress of an oblique section. ഒരു oblique sectionൽ മാക്സിമം shear stress എവിടെയാണ് വരിക? ഒരു ആക്സിയൽ ലോഡ്, ആ ലോഡ് ഒരു ബാർ ക്യാരിങ് ആൻ ആക്സിയൽ ലോഡ്, ഒരു ആക്സിയൽ ലോഡ് ഉള്ള ബാറിൽ എവിടെയാണ് വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്ലെയിൻ അറ്റ് 45 ഡിഗ്രി വിത്ത് നോർമൽ ക്രോസ് സെക്ഷൻ, പ്ലെയിൻ അറ്റ് 135 ഡിഗ്രി വിത്ത് നോർമൽ ക്രോസ് സെക്ഷൻ, പ്ലെയിൻ 45 or 135 വിത്ത് നോർമൽ ക്രോസ് സെക്ഷൻ, പ്ലെയിൻ 90 ഡിഗ്രി വിത്ത് the normal cross section. ഓപ്ഷൻ സി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ. പ്ലെയിൻസ് അറ്റ് 45 or 135 വിത്ത് നോർമൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും അതിന്റെ ആൻസർ. ഒന്നെങ്കിൽ 45 പറയുന്നുണ്ട്, 135 പറയുന്നുണ്ട്, 45 135 അതിലായിരിക്കും വരട്ടെ. ഒരെണ്ണം മാത്രമായിട്ട് ആൻസർ ഇല്ല. നമ്മൾ നേരെ കാണുന്ന സമയത്ത് ചിലപ്പോൾ 45 എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം ആൻസർ മാർക്ക് ചെയ്യും. 45 നമ്മൾ ഓർമ്മയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കുക. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തതും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ തന്നെയാണ്. എ മെറ്റീരിയൽ ആസ് എ യങ്സ് മോഡുലസ് 1.5 into 10⁵ കേട്ടോ. അത് 10⁵ ആണ്. 1.5 into 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആൻഡ് എ പോയിസൺസ് റേഷ്യോ ഓഫ് 0.25. ദെൻ ബൾക്ക് മോഡുലസ് ഓഫ് ദിസ് മെറ്റീരിയൽ. ബൾക്ക് മോഡുലസ് ഓഫ് ദിസ് മെറ്റീരിയൽ, ബൾക്ക് മോഡുലസ് ആണ് നമ്മളെ കെ അല്ലേ. ബൾക്ക് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ അതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വാല്യൂസ് കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 0.75 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, 1.25 10⁵, 0.85 into 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കണ്ടെത്താൻ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇപ്പൊ യങ്സ് മോഡുലസ് എന്തായിരുന്നു? ഇ ആണല്ലോ. പോയിസൺ റേഷ്യോ മ്യൂ ആണ്. ബൾക്ക് മോഡുലസ് കെ ആണ്. അപ്പൊ നമുക്ക് ഇ ജി കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇയും ജിയും കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇയും കെയും വരുന്ന ഇത് മ്യൂ ആണ്. ഇയും കെയും മ്യൂവും വരുന്ന റിലേഷൻഷിപ്പ് ഏതാണെന്നുള്ളത് നോക്കുക. അപ്പൊ നമുക്ക് കെ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്ന സമയത്ത് 3e/3 into 1 - 2 മ്യൂ എന്നുള്ള ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റെ വാല്യൂ നമുക്ക് അറിയാം. അതേമാതിരി തന്നെ മ്യൂവിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. മ്യൂ 0.25 അല്ല, 0.25 ആണ് പോയിസൺ റേഷ്യോ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ 1.5 into 10⁵. സിമ്പിൾ ആണ്. 1.5 into 10⁵ അതേപോലെ തന്നെ 3 into 1 - 2 into 0.25. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും 10⁵ ന്യൂട്ടൺ അല്ലെ. 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാക്കി ആകെ 10⁵ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേഗം അതിലെ ഇക്വേഷൻസ് എഴുതുക. അപ്പൊ നമുക്ക് എഴുതി നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഓൾമോസ്റ്റ് അധിക ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പലതും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. സോ ഇതിലെ ആൻസർ വരുന്നത് 10⁵ അല്ലെ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇതായിരിക്കും ആൻസർ. ബി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. When a member is free to expand, when a member is free to expand due to the rise of temperature, the stress induced will be. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടണം. When a member is free to expand, അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രീ ആണ്. എത്ര വേണമെങ്കിലും എക്സ്പാൻഡ് ആകാം. ദെൻ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് ഏതാണെന്ന്? ടെൻസൈൽ സ്ട്രെസ് ആണോ, കംപ്രസീവ് സ്ട്രെസ് ആണോ, ഹൂപ്പ് സ്ട്രെസ് ആണോ, സീറോ സ്ട്രെസ് ആണോ? ഏതായിരിക്കും ആൻസർ? ആ ഫ്രീ ടു എക്സ്പാൻഡ് എന്ന് എഴുതാനുണ്ട് അല്ലെ. അതായിരിക്കും ഫ്രീ എക്സ്പാൻഷൻ കോസസ് സീറോ സ്ട്രെസ്. അവിടെ സ്ട്രെസ് ഉണ്ടാവുമോ? ഇല്ല. ഫ്രീ എക്സ്പാൻഷൻ എന്നാണ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലെങ്കിലാണ് അവിടെ സ്ട്രെസ് ക്രിയേറ്റ് ആവുന്നത് അല്ലെ. സോ ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ വേർഡ് വായിക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ ആ ആൻസർ വന്നാൽ മതി കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ബെൻഡിങ് മൊമെന്റ് ഇൻ കാന്റിലിവർ ഓഫ് ലെങ്ത് L carrying a uniformly distributed load W per unit run over the whole length and a concentrated load W at the free end follows. Linear law, parabolic law, അതേപോലെ തന്നെ cubic law, അതേപോലെ triangular law. ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാന്റിലിവർ ആണ്, ലെങ്ത് L ആണ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു എന്താ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെ, UDL വരുന്നുണ്ട് W. ആൻഡ് ഇവിടെ ഒരു കോൺസെൻട്രേറ്റ് ലോഡ് കൂടി വരുന്നില്ല. എന്താ ഒരു പോയിന്റ് ലോഡ് കൂടി വരുന്നുണ്ട് W അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്
അല്ലെ? കാന്റിലിവർ ബീമില് ഒരു UDL ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ആണല്ലോ, വേരിയിങ് അല്ല, UDL ഉണ്ട്, അതേപോലെ തന്നെ പോയിന്റ് ലോഡും ഉണ്ട് അല്ലെ? ഇവിടെ നമുക്ക് ഒരു W ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ W ഉണ്ട്, ഇവിടെ സ്മാൾ ലെറ്റർ W ആണ്. W പെർ ലെങ്ത് ആണ് കൊടുത്തുള്ളത്. എത്രയാണോ ഇവിടുന്ന് ലെങ്ത് W പെർ L, ഇത് മൊത്തം ഇതിന്റെ ലെങ്ത്, മൊത്തം ലെങ്ത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരിക എന്നുള്ളതാണ് അല്ലെ? ഇവിടുന്ന് വരുന്ന ഏതാണ് ചോദിച്ചില്ല. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് UDL കോസസ് പാരാബോളിക് ബെൻഡിങ് മൊമെന്റ്, പാരാബോളിക് ആയിരിക്കും, B ആയിരിക്കും അതിന്റെ ആൻസർ വരിക, പാരാബോളിക് ആയിരിക്കും വരിക, പാരാബോളിക് ബെൻഡിങ് മൊമെന്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ occurs in beams that experience sagging moment, hogging moment, both sagging and hogging moment, none of the above. അത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സറിൽ ബീംസിൽ സാഗിങ് മൊമെന്റ് ആണോ, ഹോഗിങ് മൊമെന്റ് ആണോ, അല്ലെങ്കിൽ ബോത്ത് സാഗിങ് ആൻഡ് ഹോഗിങ് ആണ് ഉണ്ടാകുക, നൺ ഓഫ് ദി അബോവ്. ഇപ്പൊ ജസ്റ്റ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്താ എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ occurs when point of കോൺട്രാഫ്ലെക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ആവുന്നതിനാണ് നമ്മൾ ആ പോയിന്റിനാണ് നമ്മൾ കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് ഉള്ളതെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. സോ ഇത് ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ആവുന്ന പ്രോസസ് ഏരിയ അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ C ആണ്, ബോത്ത് സാഗിങ് ആൻഡ് ഹോഗിങ് മൊമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മൾ AMVI എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 8590202323 എന്നുള്ള നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബോഡി ഓഫ് വെയിറ്റ് 100 Newton ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. Determine the coefficient of friction in a horizontal force 80 Newton just causes the body to slide over the horizontal plane. അല്ലെ? എന്താ പറയുക, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടെത്താനാ പറഞ്ഞിട്ടില്ലേ. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് മ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണ് ബോഡി ഓഫ് വെയിറ്റ് 100 Newton, സിമ്പിൾ ആണ്. 100 Newton 80 Newton. ബോഡി ഓഫ് വെയിറ്റ് 100 Newton is placed on a rough horizontal plane. If the horizontal force is 80 Newton causes slide over horizontal plane. 0.6, 0.8, 0.7, 0.5. ഇത് ജസ്റ്റ് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ലേ. ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ F = μr, അത് നേരെ തിരിച്ച്. അപ്പൊ മ്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. μ = F/r. F എന്ന് പറഞ്ഞ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോഴ്സ് F ആണോ, ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്ത് 80 Newton ആണ്. അപ്പൊ 80 Newton ആണെന്നുണ്ടെങ്കിൽ 80/100 വരും അല്ലെ? 0.8 ആയിരിക്കും ആൻസർ വരിക. 0.8 ഉണ്ടായിരിക്കും. ഓപ്ഷൻ B ആയിരിക്കും കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻ ഫോഴ്സും അതുമായി വെച്ചിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ ഇത് ഓപ്ഷൻസ് നോക്കിയത് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ നോക്കിയിട്ട് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. അതിന് വരാൻ സാധ്യത ഉള്ളത് ഏതാന്നില്ലത് തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കും. വേറെ ഇക്വേഷൻസ് ഒന്നും ഇതിൽ കൊടുക്കാനില്ലല്ലോ. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മാത്രമല്ലേ വരുന്നുള്ളൂ. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് റിവറ്റ് ഹെഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് റിവറ്റ് ഹെഡ് മെയിൻലി യൂസ്ഡ് ഫോർ ഷിപ്പ് ബിൽഡിംഗ്. നമുക്ക് റിവറ്റ് ഹെഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ കാര്യം ചോദിക്കുക, ടൈപ്പ് ഓഫ് റിവറ്റ് യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക്, ടൈപ്പ് ഓഫ് റിവറ്റ് യൂസ്ഡ് ഫോർ ഹെവി സ്ട്രക്ചറൽ വർക്ക് അല്ലെ, അല്ലെങ്കിൽ പുറത്തോട്ട് തള്ളി നിൽക്കാത്ത റിവറ്റ് ഏതാണ്, അങ്ങനല്ലേ. അപ്പൊ ടൈപ്പ് ഓഫ് റിവറ്റ് മെയിൻലി യൂസ്ഡ് ഫോർ ഷിപ്പ് ബിൽഡിംഗ്. ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിവറ്റ് ഏതാണ്? സ്നാപ്പ് ഹെഡ് ആണോ, കൗണ്ടർ സങ്ക് ഹെഡ് ആണോ, കോണിക്കൽ ഹെഡ് ആണോ, പാൻ ഹെഡ് ആണോ എന്നുള്ളതാണ് അല്ലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ B കൗണ്ടർ സഗ് ഹെഡ് ആണ്. കൗണ്ടർ സഗ് ഹെഡ് റെഡ്യൂസസ് ഡ്രാഗ് ഫോഴ്സ് റെഡ്യൂസ് ആവും. കൗണ്ടർ സങ്ക് ഹെഡ് ആണ് നമുക്ക്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിവറ്റ് ഹെഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മെറ്റീരിയൽസിന്റെ ഭാഗത്ത് നമ്മൾ അതുകൂടി എന്ത് ചെയ്യണം, പഠിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ഒരു ഭാഗത്ത് നിന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പെർമിസിബിൾ ലോഡ് ഫോർ എ സിംഗിൾ V-shaped butt welding joint of tie bar 120 millimeter into 8 millimeter dimensions with a safe stress of weld 140 Newton per millimeter square. അപ്പൊ ഇത് നമ്മുടെ വെൽഡിംഗ് ജോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ സിംഗിൾ V ഷേപ്പ് വെൽഡ് ആവുമ്പോൾ അതിന്റെ ഒരു കാൽക്കുലേഷൻ എടുക്കാറുണ്ട് ഹാഫ്. ദെൻ ആൻസർ നമുക്ക് എന്ത് വരും? 84,000 അല്ലെ, 84,000 നമുക്ക് ആൻസർ വരും ഇത് ചെയ്ത് തരുന്ന സമയത്ത് കേട്ടോ. അപ്പോ ഇത് പ്രോബ്ലം ഡയറക്റ്റ് ചെയ്യാൻ തന്നെയാണ്. ഇതിന്റെ വെൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യാൻ തന്നെയാണ് വരുന്നത്. അപ്പൊ 184 ആണ് ഇതിൽ 84,000 ആൻസർ. അപ്പൊ വെൽഡിംഗ് ജോയിന്റ്സുമായി ബന്ധപ്പെട്ട് വന്നു.
സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നു, സ്ട്രെസ്, സ്ട്രെയിന്, അല്ലെ, അതുമായി ബന്ധപ്പെട്ട് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്ത് വന്നിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചധികം നമ്മളെ സിലബസ് പ്രകാരം നോക്കുകയാണെങ്കിൽ കുറച്ചധികം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ശരിക്കും തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ AMVയുടെ പുതിയ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനും നിങ്ങൾക്ക് CCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. CCയുടെ ആപ്പിൽ നമുക്ക് ലൈവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഡെയിലി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ ആപ്പിലുണ്ട്, ഡെയിലി കറന്റ് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ സാധാരണ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം തന്നെ നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ AMV എക്സാം എഴുതുന്ന സുഹൃത്തുക്കളിലോട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.